യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. മതി. ദൈവത്തിന് സ്തോത്രം. യാക്കോബിൻ്റെ ലേഖനത്തിലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട 3 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈ 3 വാക്യത്തിനകത്തു നിന്ന് നിങ്ങളോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. 3 കാര്യങ്ങൾ ദൈവം ആവശ്യപ്പെടുക. ആ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നടക്കുന്ന 3 വിടുതലുകളും പരിശുദ്ധാത്മാവ് ഇവിടെ കുറിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ദൂത്, ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ. മറുപടി, ദൈവം നിന്നോടും അടുത്തു വരും. 2, താഴ്മയോടെ ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ. മറുപടി, കൃപ കൊണ്ട് നിന്നെ അലങ്കരിക്കും. 3, പിശാചിനോട് എതിർത്ത് നിൽക്കുക. അതിൻ്റെ ഉത്തരം, പിശാച് നിന്നെ വിട്ട് ഓടും. ആദ്യത്തെ പദമെടുത്ത് അല്പസമയം നിങ്ങളുമായിട്ട് സ്തോത്രം ഈ വചനം ധ്യാനിക്കാനാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. ആദ്യത്തെ പദമാണ് ദൈവത്തോട് അടുത്ത് ചെല്ലുവി. എല്ലാ മനുഷ്യൻ്റെ ആഗ്രഹമാണ് ആരോട് അടുക്കണം? ദൈവത്തോട് അടുക്കണം. സ്തോത്രം. ദൈവത്തോട് അടുക്കുന്ന കാര്യം നമ്മൾ പഠിക്കുമ്പം എത്ര അടുത്താലും തീരത്തില്ല, പിന്നെയും അടുക്കണമെന്ന് തോന്നും. ഞാനൊക്കെ എത്രയോ കൊല്ലം കൊണ്ട് അടുത്തുകൊണ്ടിരിക്കുക, ഇനി എന്തുമാത്രം അടുക്കാനുണ്ട്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരാൾ ദൈവത്തിലേക്ക് വരിക എന്ന് പറയുമ്പം ബൈബിളിൻ്റെ ഒരു വെളിപ്പാട് പറയാം, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും പുത്രൻ്റെ അടുക്കൽ വരാൻ പറ്റത്തില്ല. അപ്പം പുത്രൻ്റെ അടുക്കലേക്ക് വരണമെങ്കിൽ ആരാകർഷിക്കണം? പിതാവ് ആകർഷിച്ചാലേ ദൈവത്തിൻ്റെ അടുക്കൽ വരാൻ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, ഒരാൾ ദൈവസന്നിധി വന്നാൽ ദൈവത്തോട് ചേർന്നിരിക്കാമെങ്കിൽ മാത്രമേ അവൻ ദൈവസന്നിധി നിലനിൽക്കാവൂ. ദൈവത്തിന് സ്തോത്രം. കാരണം ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ ഒത്തിരി പേര് കൈയടിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. സ്തോത്രം. എന്നാൽ ഈ ബൈബിള് നിങ്ങൾ പഠിച്ചാൽ ദൈവത്തോട് ചേരുമ്പം ഒരു മനുഷ്യനുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. LKG കഴിഞ്ഞാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോകുന്ന പോലെ ഇതൊരു LKGയുടെ ക്ലാസ്സാണ് ഇന്ന്. കാരണം എങ്ങനെയാണ് ഒരു മനുഷ്യൻ ദൈവത്തോട് അടുക്കുന്നത്? അടുത്തവരുണ്ട്, അടുക്കാൻ കൊതിക്കുന്നവരുണ്ട്, അടുക്കാൻ ആഗ്രഹിച്ചിട്ടും അടുക്കാൻ വയ്യാത്തവരുണ്ട്. ഇന്ന് ആ തടസ്സങ്ങളെല്ലാം മാറി ദൈവത്തോട് അടുക്കാനുള്ള വഴി എൻ്റെ ദൈവം നിനക്ക് തുറന്നു തരാൻ പോവാ. നീ ദൈവത്തോട് അടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ എതിരാളി ആരാന്നറിയാമോ? പിശാചാണ്. എന്താണ്? നീ ദൈവത്തോട് അടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ എതിരാളി ആരാണ്? പിശാചാണ്. ഹല്ലേലൂയ. നീ കാറ് വാങ്ങിക്കുന്നതിന് പിശാചിന് ഒരു പ്രോബ്ലവും ഇല്ല. നീ വീട് വെക്കുന്നതിനും പ്രോബ്ലം ഇല്ല. സ്തോത്രം. നിന്റെ കുഞ്ഞ് അമേരിക്ക പഠിക്കുന്നതിനും പ്രോബ്ലം ഇല്ല. പക്ഷെ നീ ദൈവത്തോട് അടുക്കുന്നത് അവന് വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം ദൈവത്തോടടുത്താൽ അവന് നിന്റെ മേലുള്ള എല്ലാ സമ്മർദ്ദങ്ങളും തിരിച്ചെടുത്താലേ പറ്റത്തുള്ളൂ. ഓ ഹല്ലേലൂയ. അപ്പം ഞാൻ ഇന്ന് ശുശ്രൂഷിക്കാൻ പോകുന്ന കാര്യം, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, നീ ദൈവത്തോടടുക്കും തോറും നീ അനുഭവിക്കുന്ന കൃപ ഭയങ്കരമാണ്. ഓ ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ചോദിച്ചാൽ അവരെല്ലാം പറയും ഞങ്ങളെല്ലാം ദൈവത്തോട് അടുത്തിട്ടുള്ളവരാ. ഇത്ര വർഷം മുമ്പ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും 30 വർഷം മുമ്പ് സ്തോത്രം യേശുവിനെ ഞാൻ കണ്ടതാണ്. അന്ന് തൊട്ട് യേശുവിനോട് ഞാൻ അടുത്തുകൊണ്ടിരിക്കുക. മറ്റൊരാളോട് ചോദിച്ചാൽ പറയും 20 വർഷമായിട്ട് ഞാൻ കർത്താവിനെ കണ്ടു. ചിലർ പറയും 5 വർഷമായി, ചിലർ പറയും കഴിഞ്ഞ വർഷമാണ്, ചിലർ പറയും കഴിഞ്ഞ മാസമാണ്. ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. നിനക്ക് ദൈവത്തോട് അടുക്കേണ്ടതുപോലെ അടുക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. എന്താണ് അങ്ങനെ കഴിയാത്തത്? സ്തോത്രം. ചുമ്മാ നമ്മളൊരു മനുഷ്യൻ്റെ മുമ്പിൽ ഓടിച്ചെല്ലുന്ന പോലെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമുക്ക് ഓടിച്ചെല്ലാൻ പറ്റത്തില്ല.
ദൈവത്തിന് മുമ്പിലേക്ക് ഓടിച്ചെല്ലണമെങ്കിൽ അവൻ ദൈവം പറയുന്ന ചില വചന വ്യവസ്ഥകളുണ്ട്. ദൈവത്തോട് നീ അടുക്കുമ്പോൾ നിന്നെ ദൈവം തൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കും.